നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് കൊട്ടാരക്കര ഗോശാല. തിരുവിതാംകൂറിൽ കൊല്ലം ഡിവിഷനിൽ ചേർന്ന കൊട്ടാരക്കര താലൂക്കിൽ കൊട്ടാരക്കര എന്ന ദേശത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം പണ്ട് കൊട്ടാരക്കര, അതായത് ഇളയിടത്ത് സ്വരൂപം, രാജാവിൻ്റെ വകയായിരുന്നു. ആ സ്വരൂപത്തിലെ രാജാക്കന്മാര് ഈ ശിവനെ അവരുടെ പരദേവതയായിട്ടാണ് ആചരിക്കുകയും ആദരിക്കുകയും ചെയ്തു വന്നിരുന്നത്. കൊട്ടാരക്കര ദേശം തിരുവിതാംകൂറിലേക്ക് ഒതുങ്ങിയതിനോടുകൂടി ഈ മഹാക്ഷേത്രവും തിരുവിതാംകൂർ സർക്കാർ വകയായി തീർന്നു. ആ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്ത് മതിൽക്കകത്തായി ഒരു ഗോശാല ഇപ്പോഴും കാണാനുണ്ട്. അതിൻ്റെ ഉത്ഭവത്തെ പറ്റിയാണ് എൻ്റെ കഥാപ്രേമികളോട് ഞാൻ ഇവിടെ പറയാൻ ഭാവിക്കുന്നത്. പണ്ട് ബ്രിട്ടീഷ് മലബാറുകാരനായ ഒരു നമ്പൂരി അനപത്യത നിമിത്തം വളരെ ദുഃഖിച്ച് അനേകം സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും മറ്റും നടത്തിയതിൻ്റെ ഫലമായി ഒരു പുത്രസന്താനമുണ്ടായി. അപ്പോൾ ആ മാതാപിതാക്കന്മാർ വളരെയധികം സന്തോഷിച്ചുവെങ്കിലും ആ സന്തോഷം അധിക നാളത്തേക്ക് അങ്ങോട്ട് നീണ്ടു നിന്നില്ല. ഉണ്ണിയുടെ ജാതക ഫലം ചിന്തിച്ചതിൽ അദ്ദേഹം 20ാമത്തെ വയസ്സിൽ വിഷഭയമുണ്ടായി മരിക്കുമെന്ന് സമർത്ഥന്മാരായ അനേകം ജ്യോത്സ്യന്മാർ ഐക്യകണ്ഠേന അങ്ങട് അഭിപ്രായപ്പെട്ടു. അതിനാൽ മാതാപിതാക്കന്മാർക്ക് സന്തോഷത്തിലധികം സന്താപമുണ്ടായി തീർന്നു. ഇതിനേക്കാൾ നല്ലത് ഉണ്ണി ഉണ്ടാകാതെ ഇരിക്കുന്നതായിരുന്നു എന്ന് അവർക്ക് തോന്നി. എങ്കിലും ആ ഉണ്ണി ക്രമേണ വളർന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഉപനയനം, സമാവർത്തനം മുതലായവ യഥാകാലം അച്ഛൻ നമ്പൂരി നടത്തിയുമൊക്കെ ചെയ്തു. അങ്ങനെ യഥാക്രമം വേദാധ്യായനവും വിദ്യാഭ്യാസവും ചെയ്യിക്കുകയാൽ 16 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ ബ്രാഹ്മണകുമാരൻ നല്ല വേദജ്ഞനും വിദ്വാനുമായി തീർന്നു. ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും മനോഹരനായ ആ ഉണ്ണി നമ്പൂരിയുടെ പ്രായത്തെ അതിക്രമിച്ചിട്ടുള്ള വളർച്ചയും ദേഹപുഷ്ടിയും കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ പറഞ്ഞു, കഷ്ടം, ഇവൻ അല്പായുസായിട്ട് പോകാൻ തന്നെ ഉണ്ടായവനല്ലേ എന്ന് വിചാരിച്ച് പ്രതിദിനം ദുഃഖിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മാതാപിതാക്കന്മാർ സദാ ദുഃഖിച്ചുകൊണ്ടിരുന്നതിൻ്റെ കാരണം ആ ഉണ്ണി നമ്പൂരി കാലക്രമേണ മനസ്സിലാക്കി. എല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ മാതാപിതാക്കളോട് ഉണ്ണി നമ്പൂരി പറഞ്ഞു, ഹേയ്, ഇതുകൊണ്ട് വിഷാദിക്കാനൊന്നുമില്ല. 16ാമത്തെ വയസ്സിൽ മരിക്കാതെ മാർക്കണ്ഡേയനെ രക്ഷിച്ച ഈശ്വരന് എന്നെയും രക്ഷിക്കാൻ കഴിയും എന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു. എന്ന് മാത്രമല്ല, മനസ്സിൽ ദൃഢമായി ഈശ്വരനെ വിശ്വസിക്കുകയും അക്കാലം മുതൽ അദ്ദേഹം വലിയ ഈശ്വരഭക്തനായി തീരുകയും ചെയ്തു. അനന്തരം ആ ഉണ്ണി നമ്പൂരി ഇല്ലത്തു നിന്നിറങ്ങി അങ്ങോട്ട് പുറപ്പെട്ടു. കേരളത്തിലുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം ചെന്ന് സ്വാമി ദർശനം ചെയ്തുകൊണ്ട് അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ ക്രമേണ അദ്ദേഹം ആറന്മുള ചെന്നു ചേർന്നു. ആറന്മുള ഭഗവാനെ ഭജിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു മണ്ഡലം എന്ന് വച്ചാൽ 41 ദിവസം അവിടെ അങ്ങോട്ട് താമസിച്ചു. അങ്ങനെ 41ാം ദിവസം രാത്രിയിൽ അദ്ദേഹം അമ്പലത്തിൽ കിടന്ന് ഉറങ്ങിയ സമയത്ത് ഒരാള് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങേക്ക് ഇപ്പോൾ 20ാമത്തെ വയസ്സായിരിക്കണു. ഇവിടെ താമസിച്ചാൽ ഫലസിദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇളയിടത്ത് മഹാദേവനെ എന്ന് വച്ചാൽ കൊട്ടാരക്കര മഹാദേവനെ ഭജിച്ചുകൊണ്ട് അവിടെ ചെന്ന് താമസിക്കുക. ആ മഹാദേവൻ അങ്ങയുടെ ആപത്തൊഴിച്ച് രക്ഷിക്കും എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരെയും കണ്ടില്ല. ഇത് കരുണാനിധിയായ
തിരുവാറന്മുളയപ്പൻ തന്നെ അരുളി ചെയ്തതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് കൊട്ടാരക്കരയിലെത്തി. അദ്ദേഹം അടുത്ത ദിവസം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് കൊട്ടാരക്കരയെത്തി ഇളയിടത്ത് മഹാദേവനെ അങ്ങോട്ട് ഭജിച്ചു തുടങ്ങി. അങ്ങനെ ഒരു 40 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ദിവസം വൈകുന്നേരം ആ നമ്പൂരി സന്ധ്യാവന്ദനത്തിനായി അമ്പലത്തിൽ നിന്നിറങ്ങി കുളത്തിലേക്ക് പോയപ്പോ എവിടെ നിന്നോ ഒരു കൃഷ്ണസർപ്പം ചീറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്നു. അത് കണ്ടപ്പോ നമ്പൂരി മനസ്സിൽ ചിന്തിച്ചു, ഓ, നമ്മുടെ ജാതകഫലം അനുഭവിക്കാനുള്ള കാലം ആയിരിക്കണു. ഇതിനെ തടുക്കാൻ മഹാദേവന് ശക്തിയില്ലെങ്കിൽ അനുഭവിക്കുക തന്നെ. എന്തായാലും സർപ്പഭൂഷണനായ സർവേശ്വരന് ഒരു സർപ്പത്തെ തടുക്കാൻ നിവർത്തിയില്ലാതെ വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കുളത്തിലിറങ്ങി സന്ധ്യാവന്ദനവും ജപവുമെല്ലാം നടത്തി. പക്ഷേ ആ സർപ്പം കുളക്കടവിൽ കരയ്ക്കു തന്നെ ചെന്ന് നിന്നു. അത് കണ്ടപ്പോ നമ്പൂരി മറ്റൊരു വഴിയെ കരയ്ക്ക് കയറി. എന്നിട്ട് അമ്പലത്തിലെത്തി അങ്ങട് പ്രദക്ഷിണം വച്ചു തുടങ്ങി. അപ്പോ സർപ്പം പിന്നാലെ അവിടെയുമെത്തി. അങ്ങനെ ആ സർപ്പം നമ്പൂരിയുടെ ഏറ്റവും അടുത്തെത്തിയപ്പോ നമ്പൂരി നടയിൽ ചെന്ന് സാഷ്ടാംഗമായി അങ്ങട് നമസ്കരിച്ചുകൊണ്ട് അവിടെ അങ്ങട് കിടന്നു. ആ സമയം ദീപാരാധനയ്ക്ക് നട അടച്ചിരിക്കുകയായിരുന്നു. സർപ്പം നമ്പൂരിയെ തൊട്ടില്ല എന്ന സ്ഥിതിയിലായപ്പോ എവിടെ നിന്നോ ഒരു പരുന്ത് വന്ന് ആ സർപ്പത്തെ റാഞ്ചിക്കൊണ്ടുപോയി. റാഞ്ചിക്കൊണ്ടുപോവുക എന്ന് വച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കൊത്തിയെടുത്തുകൊണ്ട് പോയി എന്ന് സാരം. ഉടനെ ദീപാരാധനയ്ക്ക് നട തുറന്നപ്പോ നമ്പൂരി ചാടി എണീറ്റു. പക്ഷേ ആ സമയത്ത് സർപ്പത്തെ അവിടെ എങ്ങും കണ്ടില്ല. സർപ്പത്തെ പരുന്ത് കൊന്ന് അമ്പലത്തിൻ്റെ മതിൽക്ക് പുറത്ത് പടിഞ്ഞാറ് വശത്തായി ഒരു സ്ഥലത്തു കൊണ്ടുപോയി ഇട്ടതായി ജനങ്ങൾ പറഞ്ഞ് അദ്ദേഹം കേൾക്കുകയും മഹാദേവന്റെ കൃപ കൊണ്ട് തൻ്റെ ആപത്ത് ഇങ്ങനെ ഒഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ നമ്പൂരി സ്വദേശത്തേക്ക് പുറപ്പെടുകയും ഇല്ലത്തെത്തി ആ വിവരം മാതാപിതാക്കന്മാരെ അറിയിക്കുകയും അവര് അത്യന്തം സന്തോഷിക്കുകയൊക്കെ ചെയ്തു. അനന്തരം നമ്പൂരി ഏതാനും പണവും കൊണ്ട് വീണ്ടും കൊട്ടാരക്കര എത്തുകയും രാജാവിൻ്റെ അനുവാദപ്രകാരം കരിങ്കൽ പണികളോടുകൂടി മഹാദേവ ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്യിക്കുകയും അതിൻ്റെ തെക്കുവശത്ത് കരിങ്കല്ലുകൊണ്ടു തന്നെ പുത്തനായി ഒരു ഗോശാല പണിയിക്കുകയും ചെയ്തു. ആ ഗോശാല തറ മുതൽ മുകളിലത്തെ മേച്ചിൽ വരെ കരിങ്കല്ലുകൊണ്ടാണ് പണി കഴിച്ചിട്ടുള്ളത്. ഗോശാലയുടെ വടക്കുവശമൊഴിച്ച് 3 വശങ്ങളും കരിങ്കല്ലുകൊണ്ട് തന്നെ ഭിത്തി കെട്ടി അടവാക്കിയിട്ടുണ്ട്. ഈ ഗോശാല പണിയിച്ചത് കൊല്ലവർഷം 900 ആണ്ട് ഇടയ്ക്കാണെന്നാണ് കേൾവി. പക്ഷേ ആ ഗോശാലയ്ക്ക് ഇപ്പോഴും യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. അന്ന് ആ സർപ്പം ചത്തുവീണ സ്ഥലത്ത് ആ നമ്പൂരി ഒരു നാഗപ്രതിഷ്ഠ നടത്തിക്കുകയും അവിടെ കാലക്രമേണ ഒരു സർപ്പക്കാവായി തീരുകയും ചെയ്തു. ആ സർപ്പക്കാവും ഇപ്പോ അവിടെ കാണാനുണ്ട്. പക്ഷേ ആ ഗോശാല ഇപ്പോ വലിയ ഉപയോഗമൊന്നുമില്ലാതെ തന്നെയാണ് കിടക്കുന്നത്. എങ്കിലും ഉടമസ്ഥന്മാർക്ക് പിടികൊടുക്കാതെ രാത്രികാലങ്ങളിൽ കണ്ടവരുടെ വിളവിൽ കയറി തിന്ന് നശിപ്പിച്ച് നടക്കുന്ന ചില കന്നുകാലികൾ ചിലപ്പോ ഇപ്പോഴും അവിടെ ചെന്ന് കിടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഗോശാല പണിയിച്ച ആളുടെ ഉദ്ദേശം കേവലം നിഷ്ഫലമായി പോയി എന്ന് പറയാൻ പാടില്ലല്ലോ. ഇത് പണിയിച്ച നമ്പൂരിയുടെ ഇല്ലപ്പേര് പറമ്പിൽ എന്നാണെന്നും ചിലര് പറമ്പൂര് എന്നാണെന്നും പറഞ്ഞു വരുന്നുണ്ട്. ഈ ഗോശാല കൊല്ലവർഷം 1092 ആണ്ടിടയ്ക്ക് പുരാതന സാധനാന്വേഷിയായ മിസ്റ്റർ ഗോപിനാഥ റാവു അവിടെ വന്ന് സന്ദർശിക്കുകയും പഴമ പരിചയമുള്ള ചില വൃദ്ധന്മാരോട് ഇതിനെപ്പറ്റി ചോദിച്ച് ചില വിവരങ്ങൾ
അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കൊട്ടാരക്കര ഗോശാലയുടെ ഉത്ഭവം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ഒരു കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.